എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആലു സാൻഡ്വിച്ച്, അതായത് ഉരുളക്കിഴങ്ങ് സാൻഡ്വിച്ച് എങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സാൻഡ്വിച്ചിന് കുറച്ച് ഐറ്റംസ് മാത്രമേ വേണ്ടൂ. അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് വരെ നിങ്ങൾക്ക് തോന്നിപ്പോവാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക്, അതായത് നമ്മുടെ ചാനൽ എന്ത് ഇതാണെങ്കിലും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ആ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആലു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചിട്ട് വീഡിയോയിലേക്ക് പോകാം. ആലു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുക. നന്നായി വേവിച്ച് സ്മാഷ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ വലിയ ഉള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ക്യാപ്സിക്കത്തിന്റെ പാതി നമുക്ക് ഇതിലേക്ക് എടുക്കുക. ഇനി മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ടേബിൾ സ്പൂണും ടീസ്പൂണും മാറാതിരിക്കുക. 1 ടീസ്പൂൺ ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല റെഡി ആയിരിക്കണം. അപ്പം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യം ബ്രെഡാണ്. ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ബ്രെഡിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, കാർഡ് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചട്നി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രീൻ ചട്നിയും നമ്മൾ ഇന്നലെ യെസ്റ്റർഡേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും നമ്മുടെ മുകളിലെ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കാർഡായിട്ട് കൊടുക്കാം. ഇത് രണ്ടും ഗ്രീൻ ചട്നി ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി മുറിച്ചത് 2 സെറ്റ് ചെയ്യാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചീസ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചീസ് ക്രഷ് ചെയ്തതും കിട്ടും. നമുക്ക് ഇതിന് ചീസ് സ്ലൈസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ എടുത്ത് ഇതിലേക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പാന് വെച്ച ശേഷം നമുക്കിതിലേക്ക് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. സാൻഡ്വിച്ച് എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിരിക്കണം.
ആലു സാൻഡ്വിച്ച് എല്ലാം അടിപൊളിയായി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, സംഭവം അടിപൊളിയുണ്ട്, രക്ഷയില്ല, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടിയിട്ട് അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരേന്ദ്രനാണ്. സൈനിങ് ഓഫ്. ബൈ.